Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കും. ഉത്തര മലബാറിലെ 2 മണ്ഡലങ്ങളിലും CPMന്റെ ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരരംഗത്ത് എന്നതാണ് പ്രത്യേകത. കോറോം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ KSU പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവേശത്തോടെ ഏറ്റെടുത്ത് LDF പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള കൂറ്റൻ പ്രചരണ ബോർഡ് പയ്യന്നൂരിൽ ഉയർന്നു. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ കളിയാട്ടത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൌജന്യമായി വൈഫൈ നൽകി കേരള വിഷൻ. വൈഫൈ ഹോട്ട്സ്പോട്ട് സ്വിച്ച് ഓൺ കർമ്മം കളിയാട്ട സംഘാടക സമിതി ജനറൽ കൺവീനർ TK മുരളീദാസ്, അഡ്വക്കേറ്റ് MV അമരേശൻ എന്നിവർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കും. ഉത്തര മലബാറിലെ 2 മണ്ഡലങ്ങളിലും CPMന്റെ ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരരംഗത്ത് എന്നതാണ് പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് നാട്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നതോടെ പ്രചരണ ബോർഡുകളും ചുവരെഴുത്തുകളുമായി LDF പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ UDF തരംഗത്തിൽ LDFന്റെ കുത്തക മണ്ഡലമെന്നു കരുതിയിരുന്ന കാസർഗോഡും നഷ്ടമായിരുന്നു. 40,438 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KP സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തി UDFിലെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് മണ്ഡലം പിടിച്ചെടുത്തത്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ നല്ല സ്വാധീനമുള്ള MV ബാലകൃഷ്ണൻ മാസ്റ്ററെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് LDFന്റെ തീരുമാനം. അതേസമയം ഔദ്യോഗിക തീരുമാനം വന്നില്ലെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാകും UDF സ്ഥാനാർത്ഥി. സൈബർ ഇടങ്ങളിൽ UDF പ്രവർത്തകർ അദ്ദേഹത്തിനായി വോട്ടഭ്യർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂർ നഗരത്തിൽ ഘോഷയാത്രയായി അദ്ദേഹം വോട്ടഭ്യർത്ഥനയും നടത്തി. നിരവധി LDF പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കോറോം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ KSU പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. കോറോം വനിതാ പോളിടെക്നിക്കിൽ ഇന്ന് നടത്താനിരുന്ന KSU യൂണിറ്റ് സമ്മേളനത്തിനെത്തേണ്ട ജില്ലാ സംസ്ഥാന നേതാക്കളെ SFI DYFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞതായാണ് പരാതി. തുടർന്ന് വനിതാ പോളിയിലെ KSU നേതാക്കളെ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി.
പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിലായിരുന്നു സംഘർഷം. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, KSU സംസ്ഥാന സെക്രട്ടറി അർജുൻ കറ്റയാട്ട്, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, അർജുൻ കോറോം, AP നാരായണൻ, നവനീത നാരായണൻ, ഭരദ്ദീപ് പൊതുവാൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കയ്യേറ്റത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വുമൻസ് കോളേജിൽ KSU യൂണിറ്റ് സമ്മേളനം വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ പുറത്തുനിന്നുള്ള ഏട്ടന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഇവർ കോളേജിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വനിതാ പോളിത്തവരും പുറത്തുള്ളവരും നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ SFIന്റെ യൂണിറ്റ് സമ്മേളനം വെച്ചിട്ടുണ്ട് കോളേജിൽ വെച്ച് തന്നെ. അതിൽ പുറത്തുള്ളവർ ഉൾപ്പെട്ടിട്ട് തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഒരു യാതൊരു തരത്തിലുള്ള ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളും ബസ്സിലേക്ക് കയറണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പോരാത്തൊരു ഗേറ്റ് പൂട്ടിയിട്ട് വുമൻസ് കോളേജിലെ സ്റ്റുഡൻസ് ആണ് നമുക്കെതിരെ നേരിട്ടത്. KSU യൂണിറ്റ് ട്രഷറർ അനന്യ ബാബു, യൂണിറ്റ് ഭാരവാഹി M പൂജ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSU നേതാക്കളെ അകത്തു കയറ്റാതിരിക്കാൻ ഗേറ്റ് ചങ്ങലയിട്ട് പൂട്ടിയതായും KSU ആരോപിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവേശത്തോടെ ഏറ്റെടുത്ത് LDF പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള കൂറ്റൻ പ്രചരണ ബോർഡ് പയ്യന്നൂരിൽ ഉയർന്നു. സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രചരണ പ്രവർത്തനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്ത LDF പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്കു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് പയ്യന്നൂരിൽ കൂറ്റൻ ബോർഡ് ഉയർന്നു. വൈകുന്നേരത്തോടെ പയ്യന്നൂർ BKM ജംഗ്ഷന് സമീപത്തെ കെട്ടിടത്തിന് മുകളിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചുവരെഴുത്തുകൾ ആരംഭിക്കുവാനും പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. CPM ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ചീമേനി പാടിച്ചാലിലെ മുനിയൻകുന്ന്, കോറോം, പെരളം, കരിവള്ളൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് MV ബാലകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കയ്യൂരിന്റെയും ചീമേനിയുടെയും മുനിയൻകുന്നിന്റെയും കോറോത്തെയും പെരളത്തെയും അതുപോലെ തന്നെ കരിവള്ളൂർ അടക്കമുള്ള ധീരരായ രക്തസാക്ഷികളുടെ കുടീരങ്ങൾ അവിടെ സന്ദർശിക്കുക. ആദ്യം അവിടെ സന്ദർശിച്ചുകൊണ്ട് ആ രക്തസാക്ഷി കുടീരത്തിൽ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവിടെ ദീപ്തമായ സ്മരണ പുതുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MV ബാലകൃഷ്ണൻ ദീർഘകാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവുമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തുന്നത്. കോവൽ AUP സ്കൂൾ പ്രധാന അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി. CPIM മുഴക്കോം ബ്രാഞ്ച് സെക്രട്ടറി, അവിഭക്ത കയ്യൂർ ലോക്കൽ സെക്രട്ടറി, ആദ്യകാല അധ്യാപക സംഘടനയായ KPTU ജില്ലാ സെക്രട്ടറി തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. രാജ്യത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അംഗീകാരം രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നും ഇദ്ദേഹം ഏറ്റുവാങ്ങി. മുഴക്കോത്തെ മഞ്ചേരി വീട്ടിൽ ചെറൂട്ടാര കുഞ്ഞമ്പു നായരുടെയും ചിരുതൈ അമ്മയുടെയും മകനാണ്. ഭാര്യ MK പ്രേമവല്ലി, പ്രതിഭ, പ്രവീണ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ കളിയാട്ടത്തിന് എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യമായി വൈഫൈ നൽകി കേരള വിഷൻ. വൈഫൈ ഹോട്ട്സ്പോട്ട് സ്വിച്ച് ഓൺ കർമ്മം കളിയാട്ട സംഘാടക സമിതി ജനറൽ കൺവീനർ TK മുരളീദാസ്, അഡ്വക്കേറ്റ് MV അമരേശൻ എന്നിവർ നിർവഹിച്ചു.
ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ കളിയാട്ട നഗരിയിൽ നെറ്റ്വർക്കുകളിലെ തകരാറ് മൂലം പലപ്പോഴും ആശയവിനിമയത്തിന് തടസ്സം വരുന്നുണ്ട്. ഇതൊഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വിഷൻ ഫ്രീ വൈഫൈ നൽകുന്നത്. വൈഫൈ ഹോട്ട്സ്പോട്ട് സ്വിച്ച് ഓൺ കർമ്മം കളിയാട്ട സംഘാടക സമിതി ജനറൽ കൺവീനർ TK മുരളീദാസ്, അഡ്വക്കേറ്റ് MV അമരേശൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗവും നെറ്റ്വർക്ക് ചാനൽ MD-യുമായ K സജീവ് കുമാർ, മീഡിയ കമ്മിറ്റി കൺവീനർ ബാലചന്ദ്രൻ, മീഡിയ കമ്മിറ്റി ചെയർമാൻ പച്ചരാജീവൻ, വർക്കിംഗ് ചെയർമാൻ P പ്രസാദ്, ബിജു കാമ്പ്രത്ത്, രാജൻ KV, പ്രഭാത് കുമാർ, സതീശൻ, ബ്രോഡ്ബാൻഡ് എഞ്ചിനീയർ വിനീഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 28 വർഷങ്ങൾക്ക് ശേഷം കാപ്പാട്ട് പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ഗതകാല സ്മരണകൾ ഓർത്തെടുക്കുകയാണ് നാരായണിയമ്മയും സരോജിനിയമ്മയും. അന്ന് തെയ്യക്കാരായ ഭർത്താക്കന്മാർക്ക് കൂട്ടുവന്ന ഇവർ ഇന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ആണ് തെയ്യപ്പറമ്പിൽ എത്തിയത്. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരുങ്കളിയാട്ടം കാപ്പാട്ട് കഴകത്തിൽ നടക്കുമ്പോൾ അന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഓടി നടന്ന പലരും, അതുപോലെ തെയ്യക്കോലങ്ങൾ കെട്ടിയ പലരും ഇന്ന് ഇല്ല. അതുപോലെ ഇന്ന് ഇപ്പോൾ ഓടി നടക്കുന്ന പലരും അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. ആ സമയത്തും ഈ സമയത്തും ആ സൗഹൃദം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന 2 പേരെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നാരായണി അമ്മയും സരോജിനി അമ്മയും. അവരുടെ ഭർത്താക്കന്മാരായിരുന്നു അന്ന് 28 വർഷങ്ങൾക്ക് അപ്പുറം തെയ്യക്കോലങ്ങൾ കെട്ടിയിരുന്നത്. ഇന്ന് അവർ ജീവനോടെയില്ല. പക്ഷേ മക്കളും കൊച്ചുമക്കളുമൊക്കെ ഇന്ന് തെയ്യക്കോലം കെട്ടുമ്പോൾ അവർക്കും കൂട്ടുവന്നിരിക്കുകയാണ് ഈ അമ്മമാർ. ഇവിടെ വെച്ച് അവരുടെ സൗഹൃദം ഒന്നുകൂടി പുതുക്കുകയാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ കുറേ അവർക്ക് പറയാനുണ്ട്. സരോജിനി അമ്മ, ഇപ്പം എത്ര വയസ്സായി അമ്മയ്ക്ക്? 70 വയസ്സായി. 70 വയസ്സായി. അന്ന് 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന ഒരു ഓർമ്മ എങ്ങനെയുണ്ട്? അന്നേരത്തെ ഇങ്ങനെയൊന്നുമില്ല. ചെറുങ്ങനെ അങ്ങനെ ഇടിങ്ങനെ കുടിപാടൊന്നും ഉണ്ടായിട്ടില്ല. വീടുകളെല്ലാം കുറവാണ്. ഇപ്പം അതിവിടെ വീടെല്ലാം വന്നിന്. അതുകൊണ്ട് നമ്മൾ അങ്ങ് അപ്പുറത്തുനിന്ന് വെക്കല് ഒരു ഇങ്ങനെ കാടും ഇതെല്ലാം ഉണ്ടായിരാടാ. നമ്മളെല്ലാം കലവും പാത്രവും എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ അടുപ്പെല്ലാം മുട്ടി അവരെല്ലാം വെറും പിന്നെ അരിയും സാധനവും എല്ലാം തരും. നമ്മൾ വെച്ചിട്ട് തെയ്യക്കാർക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കലാണ്. ഇനിയിപ്പോൾ നാരായണിയമ്മയിലേക്ക് വരികയാണെങ്കിൽ നാരായണിയമ്മയ്ക്ക് എങ്ങനെയാണ് ആ ഒരു ഓർമ്മയിൽ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ 28 കൊല്ലത്തിന് ശേഷം മക്കളുടെ അച്ഛനൊന്ന് കിട്ടി. അന്ന് അച്ഛനായിരുന്നു തെയ്യം കെട്ടിയിരുന്നത് അല്ലേ? ഇനിയിപ്പോൾ ആരാ? മോനാണല്ലേ? നാരായണിയമ്മക്ക് അത് പറയുമ്പോൾ തന്നെ സങ്കടം വരുമോ? അന്ന് എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. കരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അന്നേരം അച്ഛനാണ് ഇവിടെ തെയ്യം കെട്ടുന്നത്. ഇപ്പം നമ്മുടെ മക്കളും എല്ലാം ഇപ്പം തെയ്യം കെട്ടുന്നത്. ഇപ്പം വിഷ്ണു ഇപ്പം എൻ്റെ മോൻ ഇപ്പോൾ വിഷ്ണുമൂർത്തി കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ മോൻ. ഇന്നലെ വിഷ്ണുമൂർത്തി മോൻ കെട്ടി. ഇപ്പം നാളെ പനി ആരെയെന്ന് പറയാൻ കഴിയില്ല. അപ്പം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൂട്ടു വന്നിരിക്കുകയാണ് നിങ്ങളല്ലേ? പിന്നെ 28 വർഷത്തിന് ശേഷം നമ്മളുടെ ഭക്ഷണം കൊണ്ടുപോയി ചെയ്യല്. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ചെയ്യല്. അത് എന്നിട്ട് ഇവർക്കെല്ലാം വിളമ്പി കൊടുത്ത് അങ്ങനെയാണ് ഉണ്ടായിന്. നിങ്ങൾ രണ്ടുപേരുടെ ഒരു സൗഹൃദം എങ്ങനെയാണ്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലേ രണ്ടുപേർക്കും? നമ്മൾ പണ്ടേ ഇങ്ങനെ സ്നേഹം തന്നെ. ഇപ്പോൾ ഇടയ്ക്ക് പണ്ടേ ഇങ്ങനെ തന്നെ നല്ല ഇതാണ്. നമ്മൾ ചോറ് വെക്കാനും വന്നാൽ ഇവർ അങ്ങോട്ടും വരും, നമ്മ അങ്ങോട്ടും പോകും. നല്ല സ്നേഹത്തിൽ തന്നെ നമ്മൾ കഴിയുന്നത്. ഇവരുടെ ഈ സംസാരം കേട്ടിട്ടായിരുന്നു ഞാൻ ഇവർക്ക് അടുത്ത് വന്നത്. കാരണം അന്ന് ഇത്രത്തോളം വീടുകളില്ല, വലിയ മൈതാനമായിരുന്നു. ഇവിടെയൊക്കെ അല്ലേ അടുപ്പ് കൂട്ടി നമ്മൾ ഭക്ഷണം തെയ്യക്കാർക്ക് വെച്ച് കൊടുത്തത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ സാഹചര്യം എന്നൊക്കെയുള്ള ആ ഒരു പഴമയാണ് ഇവർ ഓർത്തെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ഹജ്ജ് യാത്രയ്ക്ക് പോകുന്ന ഹാജിമാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പുതിയങ്ങാടി CH സെന്റർ പുതിയങ്ങാടിയിൽ സംഘടിപ്പിച്ച കല്യാശ്ശേരി മണ്ഡലത്തിലെ ഹാജിമാർക്കുള്ള ഏകദിന പഠന ക്യാമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മക്ക, മദീന എന്നിവ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഹാജിമാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മികച്ച മുൻഗണനയും ശ്രദ്ധയും ഉണ്ടാക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ മരണാനന്തര ജീവിതത്തിലാണ്, മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അവിടെയാണ് സ്വർഗവും നരകവും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് പോലും മോചനം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്
നിജാത്ത് എന്ന് പറയുന്ന നരകമുക്തി കിട്ടുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങൾക്കും മോചനം കിട്ടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. പുതിയങ്ങാടി CH സെന്റർ പുതിയങ്ങാടിയിൽ സംഘടിപ്പിച്ച കല്യാശ്ശേരി മണ്ഡലത്തിലെ ഹാജിമാർക്കുള്ള ഏകദിന പഠന ക്യാമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഹാജിമാർക്ക് നൽകുന്ന ഏത് സൗകര്യങ്ങളും ഏറ്റവും മികച്ചതും ആക്ഷേപരഹിതവുമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K. മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ഖലീറുർ റഹ്മാൻ ഹാഷിഫി ഉദ്ഘാടനം നിർവഹിച്ചു. SMF സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ ക്ലാസിന് നേതൃത്വം നൽകി. സയ്യിദ് A. ഉമർകോയ തങ്ങൾ പ്രാർത്ഥന നടത്തി. കണ്ണൂർ സർവകലാശാല സെനറ്റ് മെമ്പറായ കായിക്കാരൻ സഹീദിനെയും മാതൃക മുത്തുലിം അവാർഡ് ജേതാവ് അബുസമദ് മുട്ടത്തിനെയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദരിച്ചു. അബ്ദുഷൂർ ഫൈസി, അബ്ദുസമദ് മുട്ടം, കായിക്കാരൻ സഹീദ്, POP മുഹമ്മദ് അലി ഹാജി, PKP അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാപ്പാട്ട് കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിനെത്തുന്ന അഭൂതപൂർവമായ ഭക്തജന തിരക്കിലും ഒരു കൂട്ടം ബാല്യക്കാർ പുറം കാഴ്ചകൾ എന്തെന്നറിയാതെ ഭക്ഷണശാലയിൽ സക്രിയരാണ്. 3.5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി പെരുങ്കളിയാട്ട കലവറയിൽ 10,000ങ്ങൾക്ക് അന്നപ്രസാദം ഒരുക്കുന്നത് കരിമ്പിൽ രാഘവനും സംഘവുമാണ്. 3.5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി പെരുങ്കളിയാട്ട കലവറയിൽ 10,000ങ്ങൾക്ക് അന്നപ്രസാദം ഒരുക്കുന്നത് കരിമ്പിൽ രാഘവനും സംഘവുമാണ്. കൂട്ടുകറി, സാമ്പാർ, അച്ചാർ തുടങ്ങി 4 കറിയും ചോറുമാണ് ദിവസവും 2 നേരം വിളമ്പുന്നത്. മാർച്ച് 3 ഭഗവതിമാരുടെ തിരുമുടിയുയരുന്ന ഞായറാഴ്ച പ്രഥമനടക്കമുള്ള സദ്യ വിളമ്പും. പാചകരംഗത്തെ മികവിന് കേരള ഫോക്ലോർ അക്കാദമി പാചകകലാ പുരസ്കാരം നൽകി കരിമ്പിൽ രാഘവനെ ആദരിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങൾ, കളിയാട്ടക്കാവുകൾ, സമ്മേളനങ്ങൾ തുടങ്ങി ഉത്തര മലബാറിലെ പ്രമുഖ പരിപാടികൾക്കെല്ലാം രാഘവൻ തന്റെ രുചിക്കൂട്ടുകൾ പകർന്നു നൽകിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഭക്ഷണത്തിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ അമ്മാവനും അതുപോലെ തന്നെ അച്ചാച്ചനും ഒക്കെ ഇതിൻ്റെ പാചകത്തിൻ്റെ തലമുറക്കാരാണ്. അതിൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാനിപ്പോൾ ഈ പാചകം പ്രവൃത്തി ചെയ്യുന്നത്. നിരവധി കലോത്സവങ്ങളും അതുപോലെ തന്നെ കല്യാണങ്ങൾ, സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെയ്യം പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ, കാസർഗോഡ് ജില്ല മൊത്തത്തിൽ പരിപാടി ഏറ്റെടുത്ത് ഞാൻ നടത്താറുണ്ട്. വി രാമചന്ദ്രൻ കൺവീനറും KM ദാമോദരൻ ചെയർമാനുമായ ഭക്ഷണ കമ്മിറ്റിയാണ് കലവറയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കാർഷിക സർവകലാശാലയുടെ പടന്നക്കാട് കാർഷിക കോളേജിന്റെയും പയ്യന്നൂർ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീട പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രോഗ കീടബാധയുള്ള വിളകളുടെ സാമ്പിളുകൾ കർഷകർ കൊണ്ടുവന്നു. അവ കൃഷിശാസ്ത്രജ്ഞരും അവസാന വർഷ കാർഷിക ബിരുദ വിദ്യാർത്ഥികളും പരിശോധന നടത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു. കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളായിരുന്നു ആദ്യ വർഷത്തിൽ നടത്തിയിരുന്നത്. കൃഷിക്കാർക്ക് വളത്തിന് മേലെ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി നൽകി ഒരവസരത്തിൽ അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ
ന്യായമാർഗത്തിൽ ശേഖരിക്കാനും അത് രാജ്യത്തിനകത്തുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് സസ്യരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സജീഷ് പി കെ വിഷയാവതരണം നടത്തി. പയ്യന്നൂർ കൃഷി ഓഫീസർ കെ വി ഷീന, വാർഡ് കൗൺസിലർമാരായ ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ, ടി ദാക്ഷായണി, ഒ സുമതി, കർഷക പ്രതിനിധികളായ വി കെ കൃഷ്ണൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞന്മാർ നയിച്ച സാമ്പിൾ പരിശോധന, ചർച്ചാ ക്ലാസ്, തോട്ടം സന്ദർശനം എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയോരത്തിന്റെ ജനകീയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നാടിന്റെ ഊഷ്മളമായ യാത്രയപ്പ്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PT ശ്രീനിവാസനാണ് സ്ഥലം മാറി മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്നത്. ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ കൊറോണ കാലത്ത് ഈസ്റ്റ് എളേരിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർ PT ശ്രീനിവാസൻ സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാതെയാണ് പ്രവർത്തിച്ചത്. കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഇദ്ദേഹം ഏറെ ശ്രമിച്ചിരുന്നു. കോവിഡ് വാക്സിൻ എടുക്കുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും എല്ലാവർക്കും വാക്സിൻ എത്തിക്കുന്നതിനും അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരുന്നു. കോവിഡ് ബാധിച്ചു മരണപ്പെട്ട ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ സ്വന്തം നാടായ കൊടക്കാടെത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ സംസ്കരിക്കാൻ ഇദ്ദേഹം കാണിച്ച ആർജവം എടുത്തു പറയേണ്ടതാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒരു ഓഫീസർ എന്ന നിലയിൽ ഓർഡറിടാതെ സഹപ്രവർത്തകർക്കൊപ്പം അരിയും തലയും മുറുക്കി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിലെ ഒരു വീടോ വീട്ടുകാരെയോ അറിയാത്തതായി ഇല്ല. തന്റെ 5 വർഷത്തെ ചിറ്റാരിക്കാരിലെ സേവനത്തിന് ജനകീയ മുഖം കിട്ടാൻ തന്റെ സഹപ്രവർത്തകരുടെയും മെഡിക്കൽ ഓഫീസറുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നതായി അദ്ദേഹവും പറയുന്നു. ആ സമയത്താണ് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായത്. ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസക്കാലം പെരിയാർ മെഡിക്കൽ കോളേജുണ്ടായ ബോഡി ഏറ്റെടുക്കാൻ ആളുണ്ടാവുകയില്ല. അത് ദഹിപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയില്ല. അത് എന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനത് മറവ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇതിൽ എന്റെ നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ 2ാം ദിനത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു. നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ആ തെയ്യത്തെക്കുറിച്ച് ശിരോണ്ടൻ എന്ന പേരിൽ ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അത് 300ഓളം വേദികൾ അവതരിപ്പിച്ചു. മാത്രമല്ല ദേശീയ നാടകോത്സവത്തിൽ തിരുവനന്തപുരത്ത് ആ നാടകം അവതരിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ആ നാടകം കണ്ട് വാഴ്ത്തി വരും എൻ്റെ അനുഭവത്തിലുണ്ട്. രാമചന്ദ്ര പണിക്കർ അധ്യക്ഷത വഹിച്ചു. M മനീഷ് കുമാർ, കാവിൽ ചുവാട്ട കുഞ്ഞിരാമ പൊതുവാൾ, R ശങ്കരനാരായണൻ, PV ഉണ്ണികൃഷ്ണൻ, TV സുനിൽകുമാർ, TV പവിത്രൻ, T വിശ്വനാഥൻ, A ഷീബ എന്നിവർ സംസാരിച്ചു. അധീന നാട്ടറിവ് വീടിന്റെ നാട്ടുമൊഴി നാടൻപാട്ടും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം ഭക്തരിൽ അനുഗ്രഹം ചൊരിഞ്ഞ് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം ചൊവ്വാഴ്ച 3ാം ദിവസത്തിലേക്ക് കടന്നു. പുലർച്ചെ രക്തചാമുണ്ടി, കുടിവീരൻ തെയ്യങ്ങളും മടയിൽ ചാമുണ്ടിയുടെയും കുണ്ടോർ ചാമുണ്ടിയുടെയും പുറപ്പാടും നടന്നു. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷികം, യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം മേഖലകൾക്ക് മികച്ച പരിഗണന നൽകി രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ ബജറ്റ് അവതരിപ്പിച്ചു. സ്വയം പര്യാപ്തമായ ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സേവന മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ അവതരിപ്പിച്ചത്. കാർഷികം, യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾക്ക് മികച്ച പരിഗണനയാണ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റിൽ നൽകിയിട്ടുള്ളത്.
പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ച ബജറ്റിൽ പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വികസനത്തിനും ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതികളും മുന്നോട്ട് വെക്കുന്നു. ആകെ പ്രതീക്ഷിത വരവ് 33,42,90,790 രൂപയും പ്രതീക്ഷിത ചിലവ് 33,12,68,848 രൂപയും 30,21,942 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യ മേഖലയിൽ ഹോമിയോ ആയുർവേദ ആശുപത്രിക്ക് മരുന്ന് വാങ്ങലിനായി 30,50,000 രൂപയും, പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായി 8 ലക്ഷം രൂപയും, ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് 1 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് മറ്റ് പ്രവർത്തനങ്ങൾക്കായി 23,30,000 രൂപയും വാങ്ങുന്ന രീതിയിൽക്കൊണ്ട് അനിവാര്യ പദ്ധതികളുടെ 10ാമതിയും സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ ജില്ലാ പദ്ധതിക്കായി 2 ലക്ഷം രൂപയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമയുടെ ആമുഖ പ്രസംഗത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ എന്നിവർ ബജറ്റ് ചർച്ച നടത്തി. നഗരസഭാ സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂതാനം കോളനി റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂതാനം കോളനി റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ഈ റോഡ് ടാറിങ് മാത്രം 5.5 മീറ്റർ ആക്കി മാറ്റുകയാണ്. ടാറിങ് 5.5 മീറ്റർ ആവും. നിലവിൽ എനിക്ക് തോന്നുന്നു ഇതൊരു 3 മീറ്ററെ നിലവിൽ ടാറിങ് ഉണ്ടാവും. 3.30 ആണ് നിലവിലെ ഈ റോഡിൻ്റെ ടാറിങ് പോർഷൻ ഉള്ളത്. അത് പൂർണ്ണമായും 5.5 മീറ്റർ ആവും. 5.5 മീറ്റർ മെക്കാഡം റോഡാക്കി മാറ്റുന്നതിനാണ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ അപകടകരമായ കൾവേർട്ടുകളുണ്ട് ഈ റോഡിൽ തന്നെ. ആ കൾവേർട്ടുകളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കൾവേർട്ട് മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 6 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 3.200 കിലോമീറ്റർ നീളവും 3.80 മീറ്റർ ടാറിംഗ് വീതിയുമുള്ള നിലവിലെ റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തിയും നിലവിലുള്ള റോഡ് ലെവൽ ഉയർത്തി 5.50 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത് ആധുനിക രീതിയിൽ നവീകരിക്കും. ജീർണാവസ്ഥയിലുള്ള കൽവർട്ട് പുനർനിർമ്മിക്കുവാനും പുതിയതായി ഒരു കൽവർട്ട് നിർമ്മിക്കുവാനും ആവശ്യമായ ഇടങ്ങളിൽ ഡ്രെയിനേജും സൈഡ് പ്രൊട്ടക്ഷൻ പ്രവൃത്തികളും ഷോൾഡർ കോൺക്രീറ്റ് പ്രവൃത്തികളും ചെയ്യുവാനും ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും എസ്റ്റിമേറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ടി സുലജ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, ടി തമ്പാൻ മാസ്റ്റർ, CI വത്സല ടീച്ചർ, PV ഷൈന, കെ പ്രവീൺ, ടി ഷിബു കരുൺ, NK സുജിത്ത്, EP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് സംരംഭ പൊതു അവബോധ പരിശീലനം നൽകി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് സംരംഭ പൊതു അവബോധ പരിശീലനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി. പരിശീലന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു ചേർത്ത് അവർ ലോൺ നൽകാൻ തയ്യാറാണ്. ചുരുങ്ങിയ പൈസ ആ ലോൺ നൽകുക മാത്രമല്ല, ആ ലോണിൻ്റെ 75% മുതൽ 90% വരെ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ പദ്ധതിയിൽ എന്ത് ചെയ്യണം? ഈ ആനുകൂല്യം വാങ്ങാൻ വേണ്ടി മാത്രം ആരും തുടങ്ങിയിട്ടൊരു കാര്യമില്ല. ഒരു സംരംഭം ആരംഭിച്ചാൽ ആ ആരംഭിച്ച സംരംഭത്തെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത MT അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ E വസന്ത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MP പരിശീലനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആധാരമെഴുത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇന്നും തൊഴിലാളികൾക്കൊപ്പമുള്ള നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്നത്. നിങ്ങൾക്ക് തന്നെ ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. എല്ലാ ആവശ്യങ്ങളും ഒറ്റയടിക്ക് നിറവേറ്റുക എന്നുള്ളതല്ല.
പക്ഷേ ആവശ്യങ്ങളിൽ ഘട്ടം ഘട്ടമായെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ആധാരം എഴുത്തുകാരുടെ കൂലി സംബന്ധിച്ച് അത് വർധനവ് വേണം എന്നുള്ളത്. 2009 തോന്നുന്നു അത് അവസാനമായി വർദ്ധിപ്പിച്ചത്. അതിനുശേഷം വർധന വന്നിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് എം വി രമേശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ എം ഇന്ദുകലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപദേശക സമിതി അംഗം ഒ എം ദിനകരൻ അനുമോദനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി എ അൻസാർ, സംസ്ഥാന ട്രഷറർ സി പി അശോകൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ തുടങ്ങിയവർ സംസാരിച്ചു. അതിഥി സംസ്ഥാന തൊഴിലാളികൾക്ക് സ്നേഹവും കരുതലും ഒരുക്കാൻ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ പ്യാർ കി ആവാസ് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അതിഥി സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു നാടിന്റെ കലർപ്പില്ലാത്ത കരുതലും സ്നേഹവും ആരോഗ്യ സുരക്ഷയും ഒരുക്കി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ പ്യാർ കി ആവാസ് എന്ന അതിഥി സംസ്ഥാന തൊഴിലാളി സംഗമം കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയായ ഹമാര മെഹ്മാൻ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് സംഗമ പരിപാടി സംഘടിപ്പിച്ചത്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. साक्षरता में वृद्धि, विशेषकर महिला साक्षरता स्वास्थ्य क्षेत्र में बढ़त बहुत मुख्य कारण है. केरल ऐसा राज्य है जिसके स्वास्थ्य में को लगभग विकसित देशों के बराबर हासिल कर दिया है. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജി അജിത് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി യശോദ തുടങ്ങിയവർ സംസാരിച്ചു. മാട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ സതീശൻ കോളിക്കര ഹിന്ദി ഭാഷയിൽ പദ്ധതി വിശദീകരണവും ആരോഗ്യ സന്ദേശവും നൽകി. തുടർന്ന് ഗസൽ ഗായകൻ ആദർശും സംഘവും നയിച്ച ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയും അതിഥി സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള ഗായകരുടെ ഗാനങ്ങളും അനുഭവം പങ്കിടലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ദീർഘകാല സേവനത്തിനു ശേഷം അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന പ്രകാശൻ VV, ഷാജി സെബാസ്റ്റ്യൻ, രതീശൻ V, മുഹമ്മദ് അലി CP, മുസ്തഫ TP, ഗീത KN എന്നിവർക്കുള്ള യാത്രയയപ്പും ഉപഹാര സമർപ്പണവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. യാത്രയയപ്പ് സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ എല്ലാ സ്കൂളുകളും ആവശ്യപ്പെട്ടത് മാധവമേൽ സ്കൂളിന് ബസ് കൊടുത്തിട്ടുണ്ട്, ചെറുകുന്ന് സ്കൂളിന് ബസ് കൊടുത്തിട്ടുണ്ട്, മാട്ടൂർ പഞ്ചായത്തിന് 3 ബസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ സ്കൂള് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 കമ്പ്യൂട്ടറാണ്. പുതിയങ്ങാടി സ്കൂളിന് കമ്പ്യൂട്ടർ ലാബ് തുടങ്ങാൻ 20 കമ്പ്യൂട്ടർ വാങ്ങാനുള്ള തുക MP ഫണ്ടിൽ നിന്ന് നൽകും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ CC ജ്യോതി അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, രാജ്മോഹൻ, VK സുരേഷ് ബാബു, POP മുഹമ്മദ് അലി ഹാജി, അബ്ദുൽ ഹമീദ്, മൻസൂറ SLP, അസ്ലം കുന്നുമൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി ശ്രീസ്ഥ പാടശേഖരത്തിലെ 2ാം വിള നെൽകൃഷി യന്ത്രവൽകൃത വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. പ്രധാന കർഷകനായ IV ലക്ഷ്മണന്റെ 10 ഏക്കർ വിസ്തൃതിയിൽ കൃഷി ചെയ്ത നെൽകൃഷിയാണ് വിളവെടുത്തത്. IV ലക്ഷ്മണൻ വർഷങ്ങളായി മികച്ച രീതിയിൽ ശാസ്ത്രീയമായി നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ്. മുഞ്ഞബാധ ഉണ്ടായിരുന്നെങ്കിലും അതിനെ പൂർണ്ണമായും തരണം ചെയ്ത മികച്ച വിളവ് നേടുകയായിരുന്നു. ഈ ചെറുതാഴത്ത് 220 ഹെക്ടറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി വ്യാപകമായി കൃഷി ചെയ്തത്. അതുപോലെ തന്നെ വാഴ, പച്ചക്കറി കൃഷി വേറെയും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു സ്വയം പര്യാപ്ത ഗ്രാമം, കാർഷിക മേഖലയിലുള്ള ഒരു സ്വയം പര്യാപ്ത ഗ്രാമം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ U രാമചന്ദ്രൻ, TP സരിത, KV ബിന്ദു, T പത്മനാഭൻ,
ശ്രീസ്ത പാടശേഖര സമിതി സെക്രട്ടറി കുഞ്ഞിക്കോരൻ, കൃഷിഭവൻ ജീവനക്കാരായ സ്മിത, ഷൈമ എന്നിവർ സംസാരിച്ചു. ശ്രീസ്ത പാടശേഖരത്തിൽ 80 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്ത് വിളവെടുപ്പിന് പാകമായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായുള്ള അംഗൻജ്യോതി പദ്ധതിക്ക് തുടക്കമായി. ചെറുകുന്ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷൻ, എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് അംഗൻജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ 18 അങ്കണവാടികൾക്ക് ഊർജ്ജ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ മുന്നിൽ കൂടി നേരത്തെ പുകയില്ലാത്ത അടുക്കളയിൻ്റെതായിട്ട് അംഗനവാടിയിൽ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലയിടത്തും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടി ബുദ്ധിമുട്ടാകാത്ത വിധത്തിലേക്ക് സംവിധാനങ്ങൾ ഓരോന്നും മാറുകയാണ്. അതിനൊപ്പം നെറ്റ് സീറോ കാർബൺ എന്ന പ്രൊജക്റ്റ് കൂടി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്. അതിന് വളരെ മാതൃകാപരമായി നമുക്ക് എല്ലാ അംഗനവാടികൾക്കും ഇത് നൽകുന്നു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു. ടി പി ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി നിഷ, ടി ശോഭന, കെ പത്മിനി, രേഷ്മ പരാഗൻ, പി വി സജീവൻ, ടി ഇ നിർമ്മല, സി എച്ച് പ്രദീപ് കുമാർ, കെ അനിത, കെ വി നാരായണൻ, എ സന്ധ്യാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി, പഞ്ചായത്ത് മെമ്പർമാരായ MT സബിത, TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, ICDS സൂപ്പർവൈസർ P സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ കുട്ടിയെഴുത്തുകാർക്കായി 2 ദിന ശില്പശാല ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കവി CM വിനയചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ കുട്ടിയെഴുത്തുകാർക്കായി സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല ബഡ്ഡിംഗ് റൈറ്റേഴ്സ് കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു പദ്ധതി ആരംഭിച്ചു. എന്താണ് പദ്ധതി? ബഡ്ഡിംഗ് റൈറ്റേഴ്സ് അല്ലേ? എല്ലാ ക്ലാസ്സിലും ലൈബ്രറി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെയൊക്കെ കയ്യിലേക്ക് ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. ആദ്യം കിട്ടിയ പുസ്തകം നമ്മൾ വായിച്ചു. ആ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും നമ്മുടെ കൂട്ടുകാരായി മാറി. കെ വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KC ശരണ്യ, സുനിൽ കുന്നരു, വിനയ MP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുറച്ചേരി കേശവതീരത്ത് നയന മനോഹര കാഴ്ചയൊരുക്കി മയൂര നൃത്തം. പ്രേംനാഥ് പയ്യന്നൂരാണ് മയൂര നൃത്തം അരങ്ങിലെത്തിച്ചത്. കേശവതീരത്ത് നയനമനോഹര കാഴ്ചയൊരുക്കി മയൂര നൃത്തം അരങ്ങിലെത്തിയപ്പോൾ വിദേശികൾ അടക്കമുള്ള കാണികൾക്കത് നവ്യാനുഭവമായി. പ്രേംനാഥ് പയ്യന്നൂരാണ് ഉത്തര കേരളത്തിൽ അപൂർവമായ മയൂര നൃത്തം അരങ്ങിലെത്തിച്ചത്. മയിൽപീലിയാൽ അലങ്കൃതമായ മുടിയഴകിൽ വാദ്യമേളങ്ങളുടെ താളത്തിനനുസരിച്ച മയിൽവാഹനൻ ചുവടുവെച്ചുള്ള നൃത്തം 1 മണിക്കൂറിലേറെ നീണ്ടു. സ്കന്ദപുരാണത്തിലെ ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് മയൂര നൃത്തം ജന്മമെടുത്തത്. ശൂരപത്മാസുരൻ കഠിന തപസ്സനുഷ്ഠിച്ച് ശിവശക്തിക്ക് മാത്രമേ തന്നെ വധിക്കുവാൻ സാധിക്കൂ എന്ന വരം കരസ്ഥമാക്കി. വരബലത്താൽ ശൂരപത്മാസുരൻ ആസുരികമായ കൊടുമ്പാതകങ്ങൾ കഠിനമായി നടത്തി സത്തുക്കളെ ബുദ്ധിമുട്ടിച്ചു. ഈ സന്ദർഭത്തിൽ ദുഷ്ടനായ ശൂരപത്മാസുര നിഗ്രഹത്തിനായി സുബ്രഹ്മണ്യൻ അവതരിച്ച് അസുരവധം ചെയ്ത് മയിലാക്കി മോക്ഷം കൊടുത്തു. ഈ മയിലിനെ വാഹനമാക്കി സന്തോഷചിത്തനായി സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളി വരുന്നതാണ് മയൂര നൃത്തത്തിന്റെ പുരാണാനുഭവം. കലാമണ്ഡലം നാരായണൻ നമ്പീശൻ കഥാഖ്യാനം വിവരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
മണ്ഡലത്തിലെ പയ്യന്നൂർ നഗരസഭയിലെ പാലത്തര പഴയ ദേശീയപാതയും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഓണക്കുന്ന് ദേശീയപാതയുടെ ഭാഗവും നവീകരിക്കുന്നതിന് 74.9 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി മധുസൂദനൻ MLA അറിയിച്ചു. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ടെൻഡർ ചെയ്യാൻ MLA പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാലക്കുന്നിലെ 700 മീറ്ററും ഓണക്കുന്നിലെ 200 മീറ്ററും ഉൾപ്പെടെ 900 മീറ്റർ റോഡ് റീടാർ ചെയ്യുന്നതിനായാണ് 74.9 ലക്ഷം രൂപ അനുവദിച്ച് കേരള സർക്കാർ പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ അൻസാർ M ഉത്തരവിറക്കിയിരിക്കുന്നത്. ദേശീയപാതയിലെ വളവ് നികത്തുന്നതിന്റെ ഭാഗമായി പുതിയ റോഡ് വന്നതോടുകൂടി പഴയ ദേശീയപാതയുടെ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത അവസ്ഥയിലായി. ഈ വിഷയം പയ്യന്നൂർ നഗരസഭയും 1-ാം വാർഡ് കൗൺസിലറും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി ടി മധുസൂദനൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകുകയും നിരന്തര ഇടപെടൽ നടത്തിയതിന്റെയും ഫലമായാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ടെൻഡർ ചെയ്യാൻ MLA പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 29, മാർച്ച് 1 തീയതികളിൽ നടത്താൻ തീരുമാനിച്ച കണ്ടോത്ത് തെക്കാണ്ടത്തിൽ ഇരുട്ടൻ തറവാട് പ്രതിഷ്ഠാദിനവും ഏപ്രിൽ 5, 6, 7 തീയതികളിൽ നടത്താൻ തീരുമാനിച്ച കളിയാട്ടവും തറവാട്ടംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചതായി അറിയിക്കുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പയ്യന്നൂർ കണ്ടങ്ങാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കൊരുമകൻ ക്ഷേത്രം കോട്ടം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 28, 29, മാർച്ച് 1, 2 ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കും. ഉത്തര മലബാറിലെ 2 മണ്ഡലങ്ങളിലും CPMന്റെ ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരരംഗത്ത് എന്നതാണ് പ്രത്യേകത. കോറോം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ KSU പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവേശത്തോടെ ഏറ്റെടുത്ത് LDF പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള കൂറ്റൻ പ്രചരണ ബോർഡ് പയ്യന്നൂരിൽ ഉയർന്നു. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ കളിയാട്ടത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യമായി വൈഫൈ നൽകി കേരള വിഷൻ. വൈഫൈ ഹോട്ട്സ്പോട്ട് സ്വിച്ച് ഓൺ കർമ്മം കളിയാട്ട സംഘാടക സമിതി ജനറൽ കൺവീനർ TK മുരളീദാസ്, അഡ്വക്കേറ്റ് MV അമരേശൻ എന്നിവർ നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.